കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നത് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുറിവിലും കാലിലും ലോഷൻ ഒഴിക്കുന്നതും സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 4, 5, 6, 7, 8. മറ്റേ കളറ് വാർത്തയുടെ വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എല്ലാം തന്നെ ഈ ഒരു ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥി ഇത്തരത്തിൽ റാഗിംഗ് ചെയ്യപ്പെടുമ്പോൾ കരയുന്നതടക്കം നമ്മൾ കേൾക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ തലമുറ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യചിഹ്നമായി തുടരുകയാണ്. നാളെ ഇവർ പഠനമെല്ലാം പൂർത്തിയാക്കി ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിൽ തന്നെയാണോ പെരുമാറുക എന്നുള്ളതടക്കം വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും അതിക്രൂരമായ ഒരു സമീപനമാണ് ഈ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പരാതിക്കാരനായ ജൂനിയർ വിദ്യാർത്ഥി നേരിടേണ്ടി വന്നത്. എന്തായാലും ഒരു സഹപാഠിയോടുള്ള സമീപനം ഈ രീതിയിലാണെന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. വളരെ ക്രൂരമായ പ്രവൃത്തിയാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ആ ജൂനിയർ വിദ്യാർത്ഥിക്ക് ഏൽക്കേണ്ടി വന്നതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ആ കുട്ടി, അതായത് ജൂനിയർ വിദ്യാർത്ഥിയെ, ആ പരാതിക്കാരനെ കട്ടിലിൽ കെട്ടിയിട്ടാണ് ഈ കുട്ടികൾ പീഡനത്തിന് ഇരയാക്കുന്നതെന്നാണ്. അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് ആ കുട്ടിയെ മർദ്ദിക്കുന്നത്. അതോടൊപ്പം തന്നെ കോമ്പസ് ഉപയോഗിച്ച് ശരീരമാസകലം വരയുന്നു. കൂടാതെ അതിൽ നിന്നും അവർ ആനന്ദം കണ്ടെത്തി ചിരിക്കുന്നു, അട്ടഹസിച്ച് ചിരിക്കുന്നതെല്ലാം തന്നെ ദൃശ്യങ്ങളുണ്ട്. ആ വേദനയിൽ കുട്ടി കരയുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥി കരയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരീരമാസകലം ലോഷൻ പുരട്ടിയ ശേഷം തോർത്തുകൊണ്ട് കയ്യും കാലും കെട്ടിയാണ് ഈ സീനിയർ വിദ്യാർത്ഥിയുടെ റാഗിംഗ് എന്ന് പറയുന്നത്. കൂടാതെ ഈ കോമ്പസ് ഉപയോഗിച്ച് ശരീരമാസകലം കുത്തി പരിക്കേൽപ്പിക്കുന്നു. 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ടാണ് കുത്തുന്നത്. കൂടാതെ ഈ ജൂനിയർ വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പ്രതികൾ അട്ടഹസിച്ച് ചിരിക്കുന്നു. ആ രീതിയിലാണ് അവരുടെ ഒരു സമീപനം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ കണ്ണ് എരിയുന്നുണ്ടെങ്കിൽ കണ്ണ് അടച്ചോ എന്നും ആ തരത്തിലൊരു പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം കൂടി ഈ സീനിയർ വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. കൂടാതെ സ്വകാര്യ ഭാഗത്ത് ഡംബൽ വെക്കുന്നു. അത്തരത്തിൽ അതിക്രൂരമായ കാര്യങ്ങളാണ് ഈ സീനിയർ വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും ആ ദൃശ്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്, നമ്മുടെ മനസ്സ് മരവിക്കുന്ന ദൃശ്യങ്ങളാണെന്ന് പറയുന്നു. ഒരാളെ അതിക്രൂരമായി തന്നെ മർദ്ദിക്കുന്നു. കോമ്പസ് ഉപയോഗിച്ച് ശരീരമാസകലം കുത്തി പരിക്കേൽപ്പിക്കുന്നു. ശരീരമാസകലം ലോഷന് ഒഴിക്കുന്നു. സ്വകാര്യ ഭാഗത്ത് മർദ്ദനമേൽപ്പിക്കുന്നു. ആ രീതിയിൽ അതിക്രൂരമായ പ്രവൃത്തി ഉണ്ടാവുന്നു. അതിൽ വേദന കൊണ്ട് പുളയുന്ന ആ വിദ്യാർത്ഥിയെ കണ്ട് സന്തോഷിക്കുന്നു, അട്ടഹസിക്കുന്നു. ആ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിക്രൂരമായ ഒരു പ്രവൃത്തി തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നമ്മൾ പൂർണ്ണമായ ദൃശ്യം പുറത്തുവിടുന്നില്ല. അത് ഈ ഒരു സന്ദേശം എന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇതിൽ നിന്ന് ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇതിന്റെ പൂർണ്ണമായ ദൃശ്യം നമ്മൾ പുറത്തുവിടുന്നില്ല. എന്തായാലും അതിക്രൂരമായ ഒരു പ്രവൃത്തി ഈ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ആ പരാതിക്കാരനായ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ട കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 വിദ്യാർത്ഥികളെ, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 5 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരിപ്പോൾ റിമാൻഡിലാണ്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. കൂടാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികളുണ്ടോ എന്ന് പോലീസ് നോക്കുന്നുണ്ട്. കൂടാതെ കൂടുതൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചോദ്യം ചെയ്യുന്നത്, അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെ തന്നെയാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കൂടാതെ അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയ സംഘം ഇതിൽ നിന്ന് ഈ സംഭവത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ തേടുന്നുണ്ട്. എന്തായാലും അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. അതിനിടയിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതിദാരുണമായ അല്ലെങ്കിൽ അതിക്രൂരമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ആ ജൂനിയർ വിദ്യാർത്ഥി, പരാതിക്കാരനായ വിദ്യാർത്ഥി അതിക്രൂരമായ റാഗിംഗ് നേരിട്ടു വന്നത് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ദേഹമാസകലം ലോഷൻ ഒഴിക്കുന്നു, കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു, സ്വകാര്യ ഭാഗത്ത് ഡംബൽ വെക്കുന്നു. അത്തരത്തിൽ അതിക്രൂരമായ പ്രവൃത്തി സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ക്രൂരമായ റാഗിംഗ് എന്ന് തന്നെ
പറയേണ്ടിയിരിക്കുന്നു. ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു സമീപനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരിടത്തും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എന്തായാലും അതിക്രൂരമായ ദാരുണമായ ഒരു റാഗിംഗ് തന്നെയാണ് കോട്ടയത്ത് നടന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വൃന്ദ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം നടന്ന് 3 മാസമായതിനു ശേഷമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ സഹിക്കവയ്യാതെ കെട്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ വീട്ടുകാരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. നേരത്തെയും ഈ റാഗിംഗ് ചെയ്ത വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ അടക്കമുള്ള അതല്ലെങ്കിൽ ഈ വിദ്യാലയത്തിലെ മറ്റു കുട്ടികളെല്ലാം പേടിച്ചിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ ഹോസ്റ്റലിന്റെയും ഈ വാർഡന്മാരാരുമില്ലേ ഇത്തരത്തിൽ ഈ കുട്ടി നിലവിളിക്കുന്ന ദൃശ്യങ്ങളിലടക്കം നമുക്ക് വ്യക്തമാണ്. കരയുന്നുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് അവർ കുത്തുന്നു, കോമ്പസ് ഉപയോഗിച്ച്, കത്രിക ഉപയോഗിച്ച്, ഡമ്പൽ സ്വകാര്യ ഭാഗങ്ങളിൽ വെച്ച് അത്തരത്തിലെല്ലാം ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ പോലും തന്നെ ഈ ഹോസ്റ്റലിലെ വാർഡന്മാരാരും അറിയുന്നില്ലേ എന്നതും ശ്രദ്ധേയമല്ലേ? തീർച്ചയായും ഇതിൽ ഈ ഹോസ്റ്റലിന്റെ ചുമതലയുള്ള അധികാരി ഇത് അറിയുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ പരാതികൾ വരുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. ഒരു പരിശോധന ഉണ്ടാവുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ പരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ സംഭവം മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ ഈ കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നത്, ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരെ ഈ സീനിയർ വിദ്യാർത്ഥികൾ അവരുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇത്തരത്തിൽ അവരെ ഈ റാഗിങ്ങിന് ഇരയാക്കുന്നത്. ഈ നിലവിളി പുറത്തു കേൾക്കാതിരിക്കാനായി ഉച്ചത്തിൽ അവർ പാട്ട് വെക്കും. അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചകളിലും ജൂനിയർ വിദ്യാർത്ഥികൾ ഈ സീനിയർ വിദ്യാർത്ഥികൾക്ക് 800 രൂപ വീതം മദ്യപിക്കാൻ നൽകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ളൊരു സമീപനം മാസങ്ങളായി തുടരുന്നു എന്നത് തന്നെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അതിൽ ഒരു രീതിയിലുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നത് തന്നെയാണ് വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്തായാലും കോട്ടയത്ത് ഈ മെഡിക്കൽ കോളേജിന് സമീപം ഇത്തരം നഴ്സിംഗ് കോളേജിൽ ഇത്തരം ഒരു സമീപനം അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ അതിക്രൂരമായൊരു സമീപനം, ക്രൂരമായൊരു പ്രവൃത്തി ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതിൻ്റെ ഹോസ്റ്റലിൽ ഈ രീതിയിലൊരു സമീപനം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു മർദ്ദനം ഈ ജൂനിയർ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളെ നേരിടേണ്ടി വന്നത് വളരെ ദൗർഭാഗ്യപരമായ കാര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ രീതിയിൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിക്രൂരമായ വർധനം, ആ ദൃശ്യങ്ങൾ പൂർണ്ണമായ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം. ആ അതിക്രൂരമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ അത് ക്രൂരത എന്ന് തന്നെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു ക്രൂരത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കയ്യും കാലും കെട്ടിയിട്ട് ശരീരമാസകലം ലോഷൻ ഒഴിച്ച് കോമ്പസ് കൊണ്ട് ശരീരമാസകലം കുത്തുന്നു. അതോടൊപ്പം തന്നെ ഡമ്പൽ സ്വകാര്യ ഭാഗത്ത് ഡമ്പൽ വെക്കുന്നു. അത്തരത്തിൽ നിലവിളിക്കുമ്പോൾ ആ വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തി സന്തോഷിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, ഒരു കൂട്ടം സീനിയർ വിദ്യാർത്ഥികളെയാണ് നമുക്കതിൽ കാണാൻ കഴിഞ്ഞത്. എന്തായാലും അതിക്രൂരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. വൃന്ദ, ഉണ്ണി, ഈ സംഭവത്തിൽ ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ കുട്ടികളെ വിശ്വസിച്ച് ഒരു വിദ്യാലയത്തിൽ പഠിക്കാൻ അയക്കാനാവുക? ഇത്തരത്തിൽ സിദ്ധാർത്ഥന്റെ അടക്കം സംഭവങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുന്നിലുണ്ട്. അതിന്റെ എല്ലാം മുറിവ് ഉണങ്ങി വരുന്നതേയുള്ളൂ. എന്നിട്ട് പോലും ഇത്തരത്തിൽ നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്താണ്? വൃന്ദ, വലിയ രീതിയിലുള്ള പരാതികൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ നഴ്സിംഗ് പഠനത്തിനായി ആ രീതിയിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള റാഗിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാതികളെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ കൂടുതലായി തന്നെ കേട്ടിരുന്നൊരു ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വളരെ കുറവാണ്. പക്ഷേ സംസ്ഥാനത്ത് വളരെ നാൾക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നു എന്നത് വളരെ ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കും, അവരുടെ വിദ്യാഭ്യാസ കാലയളവിനെ ബാധിക്കും, എന്തായാലും അവരുടെ പഠനത്തെ ബാധിക്കും. ആ രീതിയിൽ വലിയ രീതിയിൽ തന്നെ ഒരു മാനസികമായി തന്നെ ഒരു ആഘാതം ഉണ്ടാക്കുന്ന ഒരു നടപടി തന്നെയാണ് ഈ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇതിനെയൊക്കെ അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും നമ്മൾ ഒരു ജോലിക്കായി അല്ലെങ്കിൽ വിദ്യ അഭ്യസിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് അതിൻ്റെ അടിസ്ഥാനമായ ഒരു ഘടകം തന്നെയാണ് വിദ്യാഭ്യാസം. അത് നേടിയെടുക്കാനായി പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സമീപനം, ഈ രീതിയിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം അത് മറ്റ്
അധികാരികൾ അത് കാണാതിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഹോസ്റ്റൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേലധികാരി അതിൽ ഇടപെടാതിരിക്കുന്നു, അല്ലെങ്കിൽ പരാതികളിൽ ഇടപെടാതിരിക്കുന്നു, കണ്ടിൽ നടക്കുന്നു, ആ രീതിയിലുള്ള സമീപനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ഇത്തരത്തിലുള്ള ആവർത്തിക്കപ്പെടുന്ന ഈ രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മുടെ തലമുറയിലെ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇത്തരത്തിൽ പഠിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പലപ്പോഴും വിദ്യാർത്ഥികൾക്കുണ്ടാവും. ഇതെല്ലാം തന്നെ ആവർത്തിക്കപ്പെടുമ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നത് അല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ ആഘാതം തന്നെ നമുക്ക് പോലും ഉണ്ടാകുന്നു ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. അത് വളരെ ദാരുണമായൊരു സംഭവം, വളരെ ആഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അത്തരത്തിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വേദന ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കും പറയാനുള്ളത്. എന്തായാലും വളരെ ദാരുണമായി ക്രൂരമായൊരു സംഭവം. ആ വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിനാണ് ഇരയാക്കപ്പെട്ടത്. എന്തായാലും ആ വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടരുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ടോ, റാഗിങ്ങിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ ഈ വിഷയത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയും മൊഴിയെടുത്താണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വൃന്ദ, തീർച്ചയായിട്ടും വേറെയും ദൃശ്യങ്ങളെല്ലാം പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഇത്തരത്തിൽ കാണിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിക്രൂരമായി തന്നെയാണ് ഈ വിദ്യാർത്ഥിയെ ഈ 5 അംഗ സംഘം റാഗിങ്ങിന് ഇരയാക്കിയത്. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇവരെ ക്രിമിനലുകൾ എന്ന് പറയേണ്ട അങ്ങേ അറ്റത്തോളം ആയിരിക്കുന്നു. 5 വിദ്യാർത്ഥികളുടെ അറസ്റ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽ ജിത്ത, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് NP എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KC ഉണ്ണികൃഷ്ണൻ.